സോങ്ചിൻ ഗ്രൂപ്പിൻ്റെ ഡീപ്പ് ഫേക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ദോഹ്യുക്കിൻ്റെയും ചെയർമാൻ ഷിമ്മിൻ്റെയും ഒരു ഫേക്ക് വീഡിയോ ലൈവായിട്ട് ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ പാട്ടിൽ. ആ വീഡിയോയിൽ ദോഹ്യുക്ക് ചെയർമാൻ ഷിമ്മിനെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. പോരാത്തതിന് അവർ പരസ്പരം ഗൺ പോയിന്റിലും നിർത്തിയിരിക്കുകയായിരുന്നു. ദോഹ്യുക്ക് ആ വീഡിയോയിൽ ചെയർമാൻ ഷിമ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ എന്നെ പെടുത്താൻ സാധിക്കുന്നു എന്ന്. ആ സമയത്ത് ചെയർമാൻ ഷിം പറയാണ്, എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ സർജറി ചെയ്ത് ദോഹ്യുക്കിൻ്റെ രൂപത്തിലേക്ക് മാറുമെന്നുള്ളത്. നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ എന്തോരം ശ്രമിച്ചു, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്? സ്വന്തം അമ്മയെ കൊന്നത് നീയായിരുന്നു, അതും കൂടി ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു, എന്നിട്ടും എന്താണ് സംഭവിച്ചത്? ഇത്രയും പറഞ്ഞിട്ട് ചെയർമാൻ ഷിമ്മ് ദോഹ്യുക്കിൻ്റെ കാലിലേക്ക് വെടിവെക്കുകയാണ്. ശരിക്കും ദോഹ്യുക്കിനിട്ട് വെടിവെച്ചത് മാത്യു ആയിരുന്നു, പക്ഷേ ടി വിയിൽ കാണിക്കുന്നത് മറ്റൊന്നായിരുന്നു. കാണികൾ കാണുന്നത് ചെയർമാൻ ഷിം ദോഹ്യുക്കുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട ശേഷം ദോഹ്യുക്കിനെ വെടിവെക്കുന്നതായിട്ടാണ്. ഇത്രയും കണ്ടിട്ട് മാത്യു ടി വിയുടെ നേർക്ക് നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം ചെയർമാൻ ഷിമ്മിൻ്റെ അടുത്തും ദോഹ്യുക്കിൻ്റെ അടുത്തുമായിട്ട് ടി വിയിൽ ബാക്കി ഇനി എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. വെടികൊണ്ട ശേഷം ദോഹ്യുക്ക്, അതായത് ടി വിയിലുള്ള ഫേക്ക് ദോഹ്യുക്ക് ചെയർമാൻ ഷിമ്മുമായിട്ട് അടിയുണ്ടാക്കാൻ തുടങ്ങും. ഏറ്റവും അവസാനം ചെയർമാൻ ഷിം ദോഹ്യുക്കിനെ വെടിവെച്ച് കൊല്ലും. ഇത്രയും പറഞ്ഞിട്ട് മാത്യു ദോഹ്യുക്കിനെ നേരെ വെടി ഉതിർക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ മാത്യു വെടിവെച്ചപ്പോൾ അത് കൊണ്ടത് ചെയർമാൻ ഷിമ്മിനാണ്. കാരണം ചെയർമാൻ ഷിം ദോഹ്യുക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ ഒരു അവസ്ഥയിൽ പോലും ദോഹ്യുക്കിൻ്റെ അടുത്ത് ഓടാനാണ് ചെയർമാൻ ഷിം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒന്നും ചെയ്യാനാവാതെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു ദോഹ്യുക്ക്. ഇപ്രാവശ്യം നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് പറഞ്ഞിട്ട് മാത്യു രണ്ടാമത് വെടിവെക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ചെയർമാൻ ഷിമ്മ് തോക്ക് കയറി പിടിച്ചതിന് ശേഷം ദോഹ്യുക്കിൻ്റെ അടുത്ത് ഓടാനായിട്ട് പറയുകയാണ്. ദോഹ്യുക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും മിസ്റ്റർ ഗു വന്നിട്ട് അവർ തമ്മിലൊരു അടി ഉണ്ടാവുകയാണ്. മിസ്റ്റർ ഗുവിനെ അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വേസ് എടുത്ത് അടിച്ചിട്ട ശേഷം ദോഹ്യുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത് കണ്ട മാത്യു പെട്ടെന്ന് തന്നെ ലൈവ് ടെലികാസ്റ്റ് ഓഫ് ചെയ്യാനായിട്ട് മിസ്റ്റർ ഗുവിൻ്റെ അടുത്ത് പറയുകയാണ്. ആ ലൈവ് ടെലികാസ്റ്റ് അത്രയും പെട്ടെന്ന് തന്നെ നിന്ന് പോയതുകൊണ്ട് ആരാരെയാണ് വെടിവെച്ചതെന്ന് കാണികൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ദോഹ്യുക്ക് പോയ ദേഷ്യത്തിൽ ചെയർമാൻ ഷിമ്മിനെ കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണ് മാത്യു. പക്ഷേ മിസ്റ്റർ ഗു വന്ന് തടഞ്ഞതിന് ശേഷം പറയാണ്, ദോഹ്യുക്കിനെ നമുക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ ആവശ്യമുണ്ട്, ഇയാളെ മരണത്തിന് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, മാത്യു പൊക്കോളൂ എന്ന് പറയാണ് മിസ്റ്റർ ഗു. ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി മിസ്റ്റർ ഗു പറയുന്നത് അനുസരിക്കേണ്ടി വരികയാണ് മാത്യുവിന്. അതിനുശേഷം കാണിക്കുന്നത് ഹൻമോനെയും ജിൻമോയാണ്. ഹന്നനെ അവസാനമായിട്ട് പഞ്ഞിയെ കാണിക്കാനായിട്ട് ജിൻമോ കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. ഹന്ന കുറച്ചു നേരം തൻ്റെ അമ്മയുടെ കൂടെ തനിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തിറക്കി വിടുകയാണ്. പുറത്തിറങ്ങിയ ഹൻമോനി ജിൻമോയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഹന്ന മരിച്ചുപോയി എന്നുള്ള കാര്യം നീ തന്നെയാണ് എന്നോട് പറഞ്ഞത്, എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? ജിൻമോ പറയുകയാണ്, അവളെ ഡോക്ടേഴ്സൊക്കെ കൈവിട്ടതായിരുന്നു, രക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് പഞ്ഞിയാണ് അവളെ രക്ഷിച്ചത്. പഞ്ഞിയേക്കാളും നല്ലൊരമ്മയെ ഈ ജന്മത്തിൽ അവൾക്ക് കിട്ടില്ല. ജിൻമോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഹൻമോനി ജിൻമോ ഇട്ടിട്ട് അടിക്കുകയാണ്. ജിൻമോ പറയാണ്, നീ ഇനി എന്നെ അടിക്കണം, ഞാൻ ഇതിലും അറിയിക്കുന്നു എന്ന് പറയാണ്. എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് പഞ്ഞിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഹന്നനെ യൂസ് ചെയ്ത് കെയെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്നായിരുന്നു ഞാൻ കരുതിയത്. അവർ രണ്ടുപേരും ഞാൻ ഉപയോഗിക്കുകയായിരുന്നു. നിന്നെ മനുഷ്യനെന്ന് പോലും വിളിക്കാൻ പറ്റില്ല ജിൻമോ എന്ന് പറയാണ് ഹൻമോനി. ഇനി ആ കുഞ്ഞിൻ്റെ കാര്യം എന്താവുമെന്ന് ഹൻമോനി ചോദിക്കുന്ന സമയത്ത്, നീ അതിനെപ്പറ്റി ഓർക്കുക വേണ്ട, അവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ നോക്കുകയാണ് ജിൻമോ. ഹൻമോനി ഈ സമയത്ത് പഞ്ഞിനെ നോക്കി പൊട്ടിക്കരയാണ് അതിൻ്റെ ഉള്ളിൽ. ഹൻമോനി പറയാണ്, മാത്യുവിൻ്റെ ആൾക്കാർ ഉറപ്പായിട്ടും ഇപ്പം മാത്യുവിൻ്റെ അടുത്ത് ഹന്നയും പഞ്ഞിയും മരിച്ചു എന്ന് ചെന്ന് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. മാത്യുവിൻ്റെ വീട്ടിൽ മാത്യുവിൻ്റെ ആൾ വന്നിട്ട് ഹന്നയും പഞ്ഞിയും രണ്ടുപേരും മരിച്ചുപോയി എന്ന് അറിയിക്കുകയാണ്. ഇത് കേട്ടിട്ട് മാത്യുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. കുറച്ചും കൂടി പൈസ അവരുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം പറയുകയാണ്, ഇനി ആ ദോഹ്യുക്കിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം, ഉറപ്പായിട്ടും അവൻ ചെയർമാൻ ഷിമ്മിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തും, അത്രയ്ക്ക് മണ്ടനാവൻ. അതിനുശേഷം ജിൻമോ ഹന്നയുടെ അടുത്ത് ചെന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കരയാണ്. ഹന്ന അങ്ങനെ കരയുന്ന കണ്ടിട്ട് ജിൻമോയ്ക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ജിൻമോ പറയാണ്, ഇപ്രാവശ്യം നീ വളരെ വലിയൊരു തെറ്റാണ് കെ ചെയ്തത്, നിൻ്റെ മരണം ഉറപ്പായിട്ടും എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും എന്നുള്ള കാര്യം ജിൻമോ അവിടെ ഇരുന്ന് ഉറപ്പിക്കുകയാണ്. അതിനുശേഷം മാത്യുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. ചെയർമാൻ ഷിം കോമയിലാണ് എന്ന് മിസ്റ്റർ ഗു മാത്യുവിനെ വന്ന് അറിയിക്കുകയാണ്. ചെയർമാൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണമെന്ന് മാത്യു മിസ്റ്റർ ഗുവിൻ്റെ അടുത്ത് പറയുകയാണ്. മിസ്റ്റർ ഗു പറയാണ്, ഞാൻ ഓൾറെഡി റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അതായത് സോങ്ചിൻ ഗ്രൂപ്പ് ഏതൊരു ചൈനീസ് കോർപ്പറേഷൻ വാങ്ങാനായിട്ട് ഒരുങ്ങുകയാണ് എന്നുള്ളത്. ആക്ച്വലി മാത്യുവിൻ്റെ പ്ലാൻ ഇതായിരുന്നു, അതായത് അവസാന നിമിഷത്തിൽ സോങ്ചിൻ ഗ്രൂപ്പ് വാങ്ങുക എന്നുള്ളത്. അങ്ങനെ സോങ്ചിൻ ഗ്രൂപ്പിനെ രക്ഷിക്കുന്ന ആളായിട്ട് മാത്യു മാറുക എന്നുള്ളതായിരുന്നു മാത്യുവിൻ്റെ പ്ലാൻ. മാത്യു അതിനുശേഷം മിസ്റ്റർ ലീയെ കാണുകയാണ്. എന്നിട്ട് പറയാണ്, സോങ്ചിൻ ഗ്രൂപ്പ് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മിസ്റ്റർ ലീയുടെ ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് അയാളെ നീക്കം ചെയ്തേ പറ്റൂ. അയാളെക്കാളും ഒരുപാട് ബുദ്ധിശാലികളായ ആൾക്കാർ സോങ്ചിൻ ഗ്രൂപ്പിലുണ്ട്, എനിക്കിനി അയാളുടെ ആവശ്യമില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ.
മിസ്റ്റർ ഗു ഒരു കാര്യം മാത്യുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സോങ്ചിൻ ഗ്രൂപ്പ് വാങ്ങാനും മാത്രമുള്ള പൈസ ഇപ്പോൾ തൽക്കാലം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ മാത്യു പറയാണ്, എത്രയും പെട്ടെന്ന് മിസ്റ്റർ ബങ്ങിൻ്റെ പൈസ നമ്മൾ ഒപ്പിച്ചേ മതിയാവും. എവിടെയാണെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ സോങ്ചിൻ ഗ്രൂപ്പ് വാങ്ങാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് റാഹിയെ കാണാൻ വന്ന ഡോക്ടർ ചായയാണ്. ഡോക്ടർ ചായയ്ക്ക് ഒട്ടും വിശ്വാസം ആവുന്നുണ്ടായിരുന്നില്ല, അതായത് ദോഹുക്കാണ് കെ എന്നുള്ള കാര്യം. എങ്ങാനും കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ദോഹുക്കിൻ്റെ രൂപത്തിലേക്ക് മാറില്ല, പകരം മാത്യുവിൻ്റെ രൂപത്തിലേക്ക് മാറാനേ അയാൾ ശ്രമിക്കുള്ളൂ എന്ന് ഡോക്ടർ ചാ റാഹിയുടെ അടുത്ത് പറയാണ്. ഉറപ്പായിട്ടും കങ് ഈ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കങ്ങിനെ ഈ ഒരു മാത്യു കൊന്നു കളഞ്ഞത്. ഡോക്ടർ ചാ റാഹിയുടെ അടുത്ത് ഈ സമയത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ അറിഞ്ഞു വെച്ച ശേഷം മാത്യു ആയിട്ട് നീ എന്തൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിനെ റാഹി ആണെന്നും അല്ലെന്നും പറയുന്നില്ല, പകരം ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചിരി കണ്ട ഡോക്ടർ ചായ്ക്ക് എല്ലാം മനസ്സിലാവുകയാണ്. എന്നിട്ട് ബാക്കിയും കൂടി ഗസ് ചെയ്യുകയാണ്. അതായത് ചെയർമാൻ ഷിമ്മിൻ്റെ ഭാര്യയെ കൊന്നത് ഷിംജുൻ സോക്ക് ആയതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ അറിയാനും പാടില്ല എന്നുള്ളൊരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ ഷിംജുൻ സോക്കിനെ ഉറപ്പായിട്ടും ചെയർമാൻ ഷിം ദൂരെ എവിടേക്കെങ്കിലും അയച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഷിംജുൻ സോക്കിന് സോങ്ചിൻ ഗ്രൂപ്പ് ഇത്രയ്ക്കും വേണം എന്നുള്ള ആഗ്രഹം. ചാ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ചെയർമാൻ ഷിമ്മിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒരേ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കുട്ടി ദോഹിക്കാണെന്നുണ്ടെങ്കിൽ കെ ഒരിക്കലും അവരുടെ മകനായിരുന്നില്ല. ഇത് കേട്ട റാഹി പെട്ടെന്നൊന്നും ഞെട്ടുകയാണ്. അതുകൊണ്ട് ഡോക്ടർ ചാ ചോദിക്കുകയാണ്, എന്തു പറ്റി? ഇതറിഞ്ഞ ശേഷം മാത്യുവിനോടുള്ള നിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ആ സമയത്ത് റാഹി പറയാണ്, ഷിംജുൻ സോക്ക് ചെയർമാൻ ഷിമ്മിൻ്റെ ശരിക്കുള്ള മകനാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ അയാൾ ടിക്കിതാക്കയുടെ ഓണറാണ്. കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ സോങ്ചിൻ ഗ്രൂപ്പും കൈവരിക്കുന്നതാണ്. ഡോക്ടർ ചാ അതിനുശേഷം പറയാണ്, എങ്ങനെയെങ്കിലും മാത്യു കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചെയർമാൻ ബങ്ങിൻ്റെ പൈസ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു പ്ലാനിൽ നാമിനെയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പോലീസ് അല്ലായിരുന്നോ, ഉറപ്പായിട്ടും ആവശ്യം വരും. ഡോക്ടർ ചാ പോയതിനു ശേഷം മാത്യുവിനെ കാണാനായിട്ട് റാഹി ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, മിസ്റ്റർ ബങ്ങിൻ്റെ പൈസ ഇരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. പൈസ കിട്ടിയതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് അത് വീതിക്കണം. അപ്പോൾ ഡോക്ടർ ചായ എന്ത് ചെയ്യുമെന്ന് മാത്യു ചോദിക്കുകയാണ്. ആ സമയത്ത് റാഹി പറയാണ്, അവർ നമുക്ക് പൈസ കിട്ടുന്നത് വരെ ആവശ്യമുള്ളൂ. അത് ഒരിക്കലും വീതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നാമിനെയും കൂടി ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നാമും അവൻ്റെ പങ്ക് ചോദിക്കും. അതിനുശേഷം റാഹി മാത്യുവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, ഡോക്ടർ ചായ നീ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. കാരണം അവർക്കിപ്പോൾ നിൻ്റെ ഐഡൻറ്റിറ്റി അറിയാം. ഞാനല്ലാതെ മറ്റാരും നിൻ്റെ ഐഡൻറ്റിറ്റി അറിയുന്നത് എനിക്കിഷ്ടമല്ല. രാത്രിയായ ശേഷം ഡോക്ടർ ചായയും നാമും കൂടി ആ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. ചെയർമാൻ ബങ്ങിൻ്റെ സെക്രട്ടറി പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർ വന്ന കാര്യം. അതിനുള്ളിലേക്ക് കയറിയ ശേഷം ഡോക്ടർ ചാ നാമിൻ്റെ അടുത്ത് പറയാണ്, ഉറപ്പായിട്ടും ഇവിടെ ഒരു ഹിഡൻ ഡോറ് കാണും. അങ്ങനെ അവർ ഹിഡൻ ഡോർ ഒരുമിച്ച് തപ്പാനായിട്ട് തുടങ്ങുകയാണ്. ആൻഡ് ഫൈനലി അവരത് കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ്. ഹിഡൻ ഡോറിലൂടെ കയറി അവരെ ആ ഒരു ലോക്കർ കണ്ടുപിടിക്കുകയാണ്. ലോക്കറിൻ്റെ പാസ്കോഡ് അറിയാത്തത് കൊണ്ട് തന്നെ ലോക്കർ പൊളിച്ച് അവരുള്ളിലേക്ക് കയറുകയാണ്. അതിനുള്ളിലുള്ള പൈസയും ഗോൾഡൊക്കെ കണ്ടിട്ട് അവരുടെ കണ്ണ് തള്ളിപ്പോവാണ്. ഭയങ്കര സന്തോഷത്തിൽ അവർ ആ ഫോട്ടോ എടുത്ത് റാഹിക്ക് അയക്കുകയാണ്. റാഹി ഇത് കണ്ടിട്ട് അതിലും സന്തോഷത്തോടെ മാത്യുവിൻ്റെ അടുത്ത് പറയാണ്, നമ്മൾ ഡിസൈഡ് ചെയ്ത ലൊക്കേഷനിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ മാത്യുവും റാഹിയും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൈസയായിട്ട് വരുന്ന ഡോക്ടർ ചായ നാമിനെ ഒഴിവാക്കിയ ശേഷം പൈസയും കൊണ്ട് രക്ഷപ്പെടാനായിട്ട്. അങ്ങനെ പൈസയായിട്ട് വരുന്ന ഡോക്ടർ ചായയുടെയും നാമിൻ്റെയും പോകുന്ന വഴി തന്നെ മാത്യു തൻ്റെ ആൾക്കാരുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാത്യുവിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വേറൊരു പോലീസ് ചെക്ക് പോയിന്റിലേക്ക് ഡോക്ടർ ചായയും നാമും എത്തുകയാണ്. അങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ അവർ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഓഫീസർ വന്നിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. താൻ പോലീസ് കമ്മീഷണറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാം ഒരു അടവിറക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെക്കിങ്ങിനായിട്ട് രണ്ടുപേരെയും ഇറക്കി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ട്രക്ക് കൊടുത്തുകൊണ്ട് ആരോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് ഡോക്ടർ ചാ കാണുകയാണ്. ഇത് കണ്ടിട്ട് അതിൻ്റെ പുറകെ ഓടുന്ന സമയം കൊണ്ട് ആ ഒരു പോലീസുകാരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത് കണ്ട ഡോക്ടർ ചായ്ക്ക് നാമിനെ മനസ്സിലാവുകയാണ് ആ പോലീസുകാരും ആ സെറ്റപ്പും മുഴുവൻ തന്നെ ഉടായ്പാണ്, കള്ളത്തരാണെന്നുള്ള കാര്യം. ഇതാരായിരിക്കും ചെയ്തതെന്നുള്ള ഫ്രസ്ട്രേഷനിൽ ഡോക്ടർ ചാ അവിടെ കിടന്ന് അലറാണ്. ശരിക്കും ആ ഒരു ട്രക്ക് എടുത്തുകൊണ്ട് പോയത് വേറെ ആരും ആയിരുന്നില്ല, ചെയർമാൻ ബങ്ങിൻ്റെ സെക്രട്ടറി തന്നെയായിരുന്നു. അടുത്ത സീനിൽ ചെയർമാൻ ഷിമ്മ് കിടക്കുന്ന ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ദോഹിക്ക് അതിൻ്റെ പുറത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ച് ദോഹിക്ക് അകത്തോട്ട് കയറുന്നുണ്ടെങ്കിലും മാത്യുവിൻ്റെ ആൾക്കാർ ദോഹിക്കിനെ അന്വേഷിച്ച് ഹോസ്പിറ്റൽ ഫുള്ള് നടക്കുകയാണ്. ദോഹിക്ക് പിടിക്കപ്പെടുന്നൊരു സാഹചര്യം വന്നപ്പോഴേക്കും ജിൻമോ വന്നിട്ട് ദോഹിക്കിനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് മാത്യുവിൻ്റെ ആൾക്കാരെ തെറ്റായ വഴിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. പക്ഷേ തന്നെ രക്ഷിച്ച് ജിൻമോയെ ദോഹിക്കിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ജിൻമോ പറയാണ്, ഞാൻ പങ്ങിയുടെയും ഹനയുടെയും പ്രൊട്ടക്ഷൻ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് മാത്യുവിനെ ഏൽപ്പിച്ചത്, പക്ഷേ മാത്യു തന്നെ പങ്ങിനെ കൊന്നു കളഞ്ഞു. ആ സമയത്ത് ജിൻമോ പറയാണ്, പങ്ങിയുടെയും ഹനയുടെയും പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ പങ്ങിനെ ആ മാത്യു തന്നെ കൊന്നു കളഞ്ഞു. ഇനി എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജിൻമോ അതിനുശേഷം ദോഹിക്കിനെ ചെയർമാൻ ഷിമ്മിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് പുറത്ത് വരിക എന്ന് പറയുകയാണ്.
ദോഹ്യുക്ക് അതിനുള്ളിൽ കയറിയ ശേഷം ചെയർമാൻ ഷിമ്മിന് ബോധം വരികയാണ്. ദോഹ്യുക്ക് പറയുകയാണ്, ഞാൻ സോങ്ചൻ ഗ്രൂപ്പിൻ്റെ സെർവർ യൂസ് ചെയ്തതിന് ശേഷം മാത്യുവിൻ്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെയർമാൻ ഷിം ആ ഒരു സെർവർ യൂസ് ചെയ്യാനായിട്ടുള്ള പാസ്കോഡ് ദോഹ്യുക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു പാസ്കോഡ് തൻ്റെ മകൻ ഷിംജുൻ ജനിച്ച ദിവസമാണെന്നും കൂടി ചെയർമാൻ ഷിം പറയുകയാണ് ദോഹ്യുക്കിൻ്റെ അടുത്ത്. ആ സമയം കൊണ്ട് ജിൻമോ അവിടെ എത്തിയിട്ട് ദോഹ്യുക്കിനെ അവിടുന്ന് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ചെയർമാൻ ഷിമ്മും ദോഹ്യുക്കിൻ്റെ അടുത്ത് പൊക്കോളാനായിട്ട് പറയുകയാണ്. അതിനുശേഷം റാഹിയുടെ വീടാണ് കാണിക്കുന്നത്. ഡോക്ടർ ചാ വന്നിട്ട് റാഹിയുടെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്. അതായത് ഡോക്ടർ ചാ വിചാരിച്ചിരുന്നത് റാഹിയാണ് ആ ഒരു പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതെന്നുള്ളതാണ്. കാരണം അവർ വന്നുകൊണ്ടിരുന്ന ആ ഒരു റൂട്ട് ഡോക്ടർ ചായ്ക്കും നാമിനും കൂടാതെ റാഹിക്കും അല്ലാതെ മറ്റാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ശരിക്കും ഈ കാര്യം ചെയ്തത് റാഹി അല്ലാത്തതുകൊണ്ട് തന്നെ റാഹി മനസ്സിൽ മാത്യുവിനെ സംശയിക്കുകയാണ്. ഇനി മാത്യു എങ്ങാനും തന്നെ പറ്റിച്ച് ആ പൈസ എടുത്തുകൊണ്ട് പോയതാണോ എന്നാണ് റാഹി ചിന്തിക്കുന്നത്. ഇവർ ഈ ഒരു സംഭാഷണം മുഴുവൻ കേട്ടുകൊണ്ട് ഹൻമുനി അവിടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം തിക്കിത്തക്കയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. മാത്യുവിൻ്റെ അടുത്ത് തൻ്റെ ആൾ വന്നിട്ട് മാത്യുവിൻ്റെ അടുത്ത് പറയാണ്, ഹോസ്പിറ്റലിൽ വെച്ച് ജിൻമോ നമ്മളെ ചതിച്ചു, ജിൻമോ തെറ്റായ വഴി കാണിച്ച് ദോഹ്യുക്കിനെ സഹായിച്ചു എന്ന് പറയാണ്. ആ സമയത്ത് മാത്യു പറയാണ്, ഉറപ്പായിട്ടും അവർ പങ്ങി മരിച്ച കാര്യം ജിൻമോ അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തത്. എത്രയും പെട്ടെന്ന് ദോഹ്യുക്കിൻ്റെ ഒപ്പം ജിൻമോയും കൂടി കണ്ടുപിടിക്കുക എന്ന് തൻ്റെ ആളോട് പറഞ്ഞ ശേഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്യു പറയാണ്, അല്ലെങ്കിൽ വേണ്ട, എത്രയും പെട്ടെന്ന് ഒരു പ്രസ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുക. മാത്യു ഇതായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ദോഹ്യുക്കിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിച്ചിരുന്നത് ജിൻമോ ആണെന്നുള്ള കാര്യം ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറയുക. അതിനുശേഷം രണ്ടുപേരെയും പിടിച്ചു തരുന്നവർക്ക് ഒരു റിവാർഡ് അനൗൺസ് ചെയ്യുക. അതിനുശേഷം റാഹി വളരെ ദേഷ്യപ്പെട്ട് തിക്കിതക്കയിലേക്ക് എത്തുകയാണ്. റാഹിയെ ഫോളോ ചെയ്തിട്ട് ഹൻമുനിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹൻമുനി ഫോണിലൂടെ ദോഹ്യുക്കിന് അപ്ഡേറ്റ്സ് കൊടുക്കുകയാണ്. ദോഹ്യുക്ക് ഫോണിലൂടെ ജിൻമോ ആയിട്ടും കണക്റ്റഡ് ആയിരുന്നു. ജിൻമോ അവിടെ സോങ്ചൻ ഗ്രൂപ്പിൻ്റെ സെർവറിലേക്ക് ലോഗിൻ ചെയ്ത ശേഷം മാത്യുവിൻ്റെ സത്യങ്ങളൊക്കെ പുറത്തു വരുത്താനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. റാഹി മാത്യുവിൻ്റെ റൂമിലേക്ക് എത്തിയ ശേഷം അവിടേക്ക് ബൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വരികയാണ്. ഹെൽമെറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ അതാരാണെന്നുള്ള കാര്യം മാത്യുവിനും റാഹിക്കും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ഒരാൾ ദോഹ്യുക്കായിരുന്നു. ബൊക്കയുടെ ഇടയ്ക്ക് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു ബൊക്കയുടെ പുറകിലായിട്ട് ഒരു ഫോണും ദോഹ്യുക്ക് വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ബൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ പോയതിനു ശേഷം റാഹി മാത്യു ആയിട്ട് അടിയുണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. മാത്യുവിനെ ആ സമയം റാഹി ഷിംജുൻ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. നീ എന്നെ പറ്റിച്ചല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാണ് റാഹി. എന്നിട്ട് പറയാണ്, നിന്നെപ്പോലെ ഒരുത്തരെ ഞാൻ വിശ്വസിക്കാനേ പാടില്ലായിരുന്നു, സ്വന്തം അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചാനല്ലേ നീ. ഈ പറയുന്നതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മാത്യു തിരിച്ച് റാഹിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടാണ്. ആ രാത്രി ഫുള്ള് ഞാൻ ആ വഴിയിൽ വെയിറ്റ് ചെയ്തിട്ടും നീ പറഞ്ഞ പോലത്തെ ഒരു ട്രക്ക് ആ വഴിയിൽ എത്തിയിട്ടില്ല. ഇത് കേട്ട റാഹി ഒന്നും കൂടി ദേഷ്യം വന്നിട്ട് മാത്യുവിൻ്റെ കോളറിന് കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് തിക്കിത്തക്കയുടെ ഷെയർ ഒന്നും വേണ്ട, നിന്നെപ്പോലെ ഒരു മനുഷ്യൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യാനേ പാടില്ലായിരുന്നു. അതിനുശേഷം റാഹി മാത്യുവിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ചെയർമാൻ ബാങ്കിൻ്റെ പൈസ അവർക്ക് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ തന്നെയാണ് ഷിംജുൻ സോക്കെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് മാത്യു പറയാണ്, എങ്കിൽ ഞാൻ എല്ലാവരുടെ വിളിച്ച് പറയും, ദാമിയുടെ സ്വന്തം അമ്മയായ നീ ദാമിയെ കൊന്ന ആളുടെ കൂടെ തന്നെ കൂടിയെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് മാത്യു പറയാണ്, എങ്കിൽ നിൻ്റെ കാര്യങ്ങളും ഞാൻ ഈ ലോകത്തോട് മൊത്തം വിളിച്ച് പറയും. ദാമിയുടെ സ്വന്തം അമ്മയായ നീ ദാമിയെ കൊന്ന ആളുടെ കൂടി എന്തൊക്കെ ചെയ്തെന്നുള്ളത്. ആ സമയം മാത്യുവിൻ്റെ ഫോണിലേക്ക് ദോഹ്യുക്കിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. ടേബിളിൽ വെച്ചിരിക്കുന്ന ആ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാവോ എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. മാത്യു ആ ഒരു ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും നേരം അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു. എല്ലാവരും അത് മുഴുവൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ബൊക്കയുടെ ഉള്ളിൽ വെച്ചിരുന്ന ക്യാമറയും അവർ തപ്പി കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും പ്രസ് കോൺഫറൻസിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടേഴ്സൊക്കെ അവരുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ കണ്ടത് മൊത്തം സത്യമാണോ? മാത്യു തന്നെയാണോ ഷിംജുൻ സോക്ക്? റാഹിയുടെ അടുത്തും ഓരോ ചോദ്യങ്ങൾ അവർ ചോദിക്കുകയാണ്. പക്ഷേ രണ്ടുപേരും ഇതൊക്കെ തെറ്റാണെന്നാണ് മറുപടി പറയുന്നത്. ഷിംജുൻ സോക്ക് ഉണ്ടാക്കിയ ഫേക്ക് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്നാണ് എല്ലായിടത്തും പറയുന്നത്. എന്നാൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പറയാനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ മാറി നിൽക്കുന്ന ദോഹ്യുക്കിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.